രാവിലെ സമയം നമ്മൾ സംസാരിച്ചത് നീതീകരണത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് ധാരാളം പറയാനായിട്ട് ഉണ്ട്. ദൈവവചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും അതിൽ തന്നെ നമുക്ക് നിൽക്കാനായിട്ട് സമയമില്ല. അതിൻ്റെ അടുത്ത പടിയായിട്ടുള്ള പ്രായോഗിക വിശുദ്ധീകരണത്തെക്കുറിച്ചും കൂടെ അല്പസമയം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അതാണ് ഏതൊരു ദൈവവേദലിൻ്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനീയമായി വിശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ, സ്ഥാനീയ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നീക്കിവെക്കുക, മാറ്റിവെക്കുക, വേർതിരിക്കുക എന്നൊക്കെ നിലയിൽ നമുക്ക് ആ വാക്കിന് അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കും. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. കൊരിന്ത്യയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്ന അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, സാങ്ക്ടിഫൈഡാണ്. അത് ഒരു വശത്ത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഇനി അവരുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ആവശ്യമില്ലെന്നോ പുരോഗതി ആവശ്യമില്ലെന്നോ എന്നൊന്നും ചിന്തിക്കാനായിട്ട് ആവശ്യമില്ല. ഇതെല്ലാം ആവശ്യമാണ്. സ്ഥാനീയമായി വിശുദ്ധീകരിച്ചവരെ പ്രായോഗികമായി ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൽ വളർത്തിയെടുക്കണം. വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ അവർ മുന്നോട്ട് പോകണം എന്നതാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഈ ദൈവവചനമൊക്കെ ആഴത്തിൽ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഇടയിലുള്ളൊരു ക്വസ്റ്റ്യനാണ് വിശുദ്ധീകരണം എന്നത്, അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ട് പറയാം ഗ്യാരൻറ്റീഡാണ്. മഹത്വീകരണവും ഗ്യാരൻറ്റീഡാണ്. എന്നാൽ പ്രായോഗിക വിശുദ്ധ ജീവിതം എന്നത് പ്രായോഗികമാണോ, അത് അത്രയും ഗ്യാരൻറ്റീഡാണോ എന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവം വിശുദ്ധീകരിച്ചവരെ ദൈവം നീതീകരിക്കും. ഞാനിങ്ങനെ വായിച്ച സമയത്ത് ഒരു ദൈവദാസൻ പറഞ്ഞ പ്രസ്താവന വളരെ ചിന്തനീയമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന് വിശുദ്ധീകരിക്കാൻ പ്ലാൻ ഇല്ലാത്തവരെ ദൈവം നീതീകരിക്കാറില്ല. ദൈവം നീതീകരിച്ച മനുഷ്യരെ വിശുദ്ധീകരിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ ദൈവം ആരെയും നീതീകരിക്കാറും ഇല്ല. എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ട വിശ്വാസികളാണെങ്കിൽ അവർ വിശുദ്ധീകരണത്തിൽ തുടരും, അവർ മുന്നോട്ട് പോകും. അവർക്ക് ഇട്ടേച്ച് പോകാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളെ അതിനെ ഉത്സാഹിപ്പിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ വിശുദ്ധനാണ്, നിങ്ങളും വിശുദ്ധരാകുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നാം സേവിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അവൻ വിശുദ്ധനായിരിക്കുന്ന ദൈവം ആണ്. വിശുദ്ധീകരണത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1 തെസ്സലോനിക്ക ലേഖനം 4-3-7 വാക്യങ്ങളൊക്കെയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. അപ്പം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കാനല്ല. പിന്നെ എന്തിനാ ജീവിക്കാനാണ്? വിശുദ്ധീകരണത്തിൽ, വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട്. അശുദ്ധിക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തെ ഈ ചിന്തകൾ നന്നായി ഉത്സാഹിപ്പിക്കട്ടെ, നന്നായി ബലപ്പെടുത്തട്ടെ, നന്നായി ശക്തീകരിക്കട്ടെ. ഞങ്ങൾ ഈ അടുത്ത നാളിൽ ഇങ്ങനെ ഹൈദരാബാദിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോയ സമയത്ത് അവിടെയുള്ളൊരു ബ്രദറിൻ്റെ പിതാവിനെ പരിചയപ്പെടാനായിട്ടിടയായി. അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരില്ല. വേറെ ആരും പരിചയപ്പെടുത്തില്ലേലും നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാകും, ഇദ്ദേഹം ഒരു ദൈവദാസനാണ്, ഇദ്ദേഹം കർത്താവിനെ സ്നേഹിക്കുന്നയാളാണ്, ഭയപ്പെടുന്നയാളാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു തേജസ് കാണാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു രൂപാന്തരമല്ല വിശുദ്ധീകരണം. ഡേ ബൈ ഡേ, ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക്, തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരനുഭവത്തിലേക്കാണ് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ വിളിച്ചിട്ടുള്ളത്.
അത് നമുക്ക് മറക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഒരു വിശ്വാസിയുടെ വിശുദ്ധീകരണത്തെ റിയലൈസ് ചെയ്യാൻ സാധ്യമാക്കാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ചില കാര്യങ്ങളൊക്കെ വായിക്കാം. ഒന്ന്, ദൈവസ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവം വിശുദ്ധനാണ്. 1 പത്രോസ് 1:15. രണ്ടാമത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നിരന്തരമായി വസിച്ച് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആലയമായി. 1 കൊരിന്ത്യർ 6:19. അവിടെ പറയും നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരം. മൂന്നാമത് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ദൈവം നൽകുന്ന ബേർഡൻ, ഭാരം. ഫിലിപ്പിലേൻ 2:13. അവിടെ പറയുന്നത് ഇച്ഛിക്കായെന്നും പ്രവർത്തിക്കായെന്നും ദൈവമല്ലോ തിരുവുള്ളമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉഴപ്പാനായിട്ടുള്ളൊരു ഫീലിംഗ് ദൈവം തരില്ല, അശുദ്ധമായി ജീവിക്കാനുള്ളൊരു ഫീലിംഗ് ദൈവം തരില്ല. പിന്നെ എന്താ വേണ്ടത്? പോസിറ്റീവായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ബേർഡനാണ് ദൈവം എൻ്റെ ഉള്ളിൽ തരുന്നത്. 4, സ്നാനം. 1 പത്രോസ് 3:21 വാക്യത്തിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ ശുദ്ധ മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സ്നാനപ്പെടരുത്. 5, ലോർഡ് സപ്പർ. കർത്തൃമേശ ആചരിക്കുന്ന മനുഷ്യർക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാനുള്ള പ്രചോദനമാണ്. 1 കൊരിന്ത്യർ 11:28. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം, അല്ലേ? ഒരു സെൽഫ് എക്സാമിനേഷനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 6, ദൈവത്തോടുള്ള ഭയം. 2 കൊരിന്ത്യർ 7:1 പറയുന്നത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ ദൈവത്തിൻ്റെ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് തീരുമാനിക്കും. 7, ദൈവിക വാഗ്ദത്തങ്ങൾ. 2 കൊരിന്ത്യർ 7:1 പറയുന്ന ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. മീതെ പല വാഗ്ദത്തങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് ഉണ്ട്. 8 പറയുന്നത് ദൈവത്തിൻ്റെ ബാലശിക്ഷകൾ. എബ്രായ ലേഖനം 12:10 വാക്യം. കർത്താവ് ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. കർത്താവ് ഇന്നും വിശുദ്ധന്മാരെ ബാലശിക്ഷ കഴിക്കുന്നവനാണ്. എന്തിന്? തൻ്റെ വിശുദ്ധിയെ പ്രാപിക്കേണ്ടതിന്. 9, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ. ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വിലയേറിയ സത്യങ്ങൾ മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ജീവിതത്തെ എൻകറേജ് ചെയ്യാൻ, റിയലൈസ് ചെയ്യാൻ, ഉദ്ദീപിപ്പിക്കാൻ, ഉത്സാഹിപ്പിക്കാൻ ദൈവം അങ്ങനെ ധാരാളം ക്രമീകരണങ്ങൾ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്നു. അതിനെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കുണ്ട്, എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും നമുക്കുണ്ട്. ഇനിയും നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രായോഗിക വിശുദ്ധി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്കൊരു സമർപ്പണവും ഒരുക്കവും എല്ലാം ആവശ്യമാണ്. അതില്ലെങ്കിൽ ശരിയാവില്ല. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. ഒന്നാമത്, വിശുദ്ധീകരണത്തിൽ പുരോഗതി പ്രാപിക്കാനായിട്ട് ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അനേക ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ബുദ്ധി പഠിക്കുക. അനേക ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ബുദ്ധി പഠിച്ചാൽ വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്കൊരു പ്രേരക ശക്തിയായിട്ട് അത് നിൽക്കും. ഞാനൊരു വേദഭാഗം വായിക്കാം. അത് വായിച്ചാൽ നിങ്ങളും നടുങ്ങും, ഞാനും നടുങ്ങും. 1 കൊരിന്ത്യർ 10 അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ഇനി 7 വാക്യത്തിൽ വീണ്ടും തുടരുകയാണ്, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. 8, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. 9, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. 10, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. എന്നിട്ട് എന്തു പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? സിമ്പിൾ തിയറി പറയുകയാണോ? വെറുതെ തിയറി പറയുകയല്ല. പിന്നെ എന്താ പറയുന്നത്? പഴയ നിയമകാലത്ത് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു, പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് എങ്ങനെയും ജീവിക്കാമെന്നാണ്. അങ്ങനെയല്ല. പഴയ നിയമത്തിലെ അനേക ദൃഷ്ടാന്തങ്ങൾ എടുത്തിട്ട് അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാ കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നത്. നിങ്ങളങ്ങനെ ആകരുത്. ആയാൽ എന്താ പ്രശ്നമെന്ന് പറയുന്നത്? നമുക്ക് അനുഗ്രഹമായിരിക്കുന്ന ഒരു ആത്മീയ യാത്ര സാധ്യമാകില്ല. സന്തോഷകരമായിരിക്കുന്ന ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. അവൾ പറയുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല.
അല്ലേ? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, മേഘത്തിൽ സ്നാനമേറ്റു, മോശയോട് ചേർന്ന്, ഇതെല്ലാം ശരിയാണ്. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ അവരിൽ മിക്ക പേരിലും ദൈവപ്രസാദം വന്നില്ല. അത് ഒരു ഭയനിർദ്ദേശമാണ്. ഏത് കാലത്തുള്ള വിശ്വാസികൾക്ക് ചിന്തിക്കാനായിട്ട് കൊള്ളാകുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്താ പറയുന്നത്? എന്നിട്ട് പറയുന്നത്, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകരുത്. നാം ദുർമോഹികളാകരുത്. പരസംഗം ചെയ്യരുത്. വിഗ്രഹാരാധനയ്ക്ക് പുറപ്പെടരുത്. പിന്നെ എന്താ പറയുന്നത്? കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു. പിറുപിറുപ്പെന്ന് പറയുന്നത് ഒരു വലിയ കുഴപ്പമാണോ? പിറുപിറുപ്പെന്ന് പറയുന്നത് വലിയ കുഴപ്പമാണെന്ന് പറയുന്നത്. ആദ്യം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പിറുപിറുത്തോണ്ട് കിടക്കും, പിന്നെ 2-3 പേര് കേൾക്കെ പിറുപിറുക്കും, പിന്നെ ഭാര്യ കേൾക്കെ പിറുപിറുക്കും, പിന്നെ പിള്ളേർ കേൾക്കെ പിറുപിറുക്കും, പിന്നെ സഭ മുഴുവൻ കേൾക്കെ പിറുപിറുക്കും. അതിലൂടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവഭയം നഷ്ടപ്പെടും. ദൈവത്തെയും ദൈവവചന സത്യങ്ങളെയും ദൈവിക യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ നമ്മൾ വളരെ വില കുറച്ച് കാണുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് ഒരു യങ് ബ്രദർ ഇങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിന് ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് വലിയൊരു ടഫ് ടൈംസിലൂടെ അദ്ദേഹം പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല ചർച്ച് എന്ന് പറയുന്നത്. സഭയെന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപക്ഷെ അവിടെ നമ്മുടെ മുൻപിലിരിക്കുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കില്ല, ഇമ്പ്രസീവ് ആയിരിക്കില്ല, എല്ലാവരും ഒരുപോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല, എല്ലാവരും അല്ലെങ്കിൽ പല നിലകളിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. പക്ഷേ സഭയാണ്, അത് കർത്താവിൻ്റെ വകയാണ്. അതിൽ നാം എങ്ങനെ നടക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഈ ചർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ സഭയ്ക്കകത്ത് നാം ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന, വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അവൻ അരുളി ചെയ്തു, അങ്ങനെ സാധ്യമായി സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന അതേ ശക്തിയുള്ള വചനമാണ് ഏത്? ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവത്തിൻ്റെ വചനം, കർത്തൃമേശ, ശുശ്രൂഷകൾ, പ്രബോധനങ്ങൾ എന്ന് വേണ്ട ഈ കാര്യങ്ങളെയൊക്കെ ഒരു വിശ്വാസി അതിൻ്റെ ഗൗരവ സ്വഭാവത്തിൽ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതവും ക്രിസ്തീയ ജീവിതവും ഒക്കെ അനുഗ്രഹമായി തീരുന്നത്. അപ്പം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വചനത്തിലേക്ക് നോക്കി ബുദ്ധി പഠിക്കേണ്ടത് വളരെ ആവശ്യം. മോശയുടെ ചരിത്രം, അബ്രഹാമിൻ്റെ ചരിത്രം, ഇസ്ഹാക്കിൻ്റെ ചരിത്രം, മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ മക്കളുടെ പ്രയാണകാലം എന്ന് വേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ച് ധ്യാനിച്ച് അനേക മനുഷ്യരുടെ അനുഭവങ്ങളിൽ നാം പാഠങ്ങൾ പഠിച്ച് നാം നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണം. എല്ലാം എനിക്ക് അനുഭവമായിട്ട് ഞാൻ ചെയ്യും എന്ന് ചിന്തിച്ച് ഇരിക്കാനായിട്ട് പാടില്ല. ഞാൻ ഓക്കെ ആണെന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ അവസാനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആ വാക്യം വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു പേടി കടന്നു, ഒരു മിന്നൽ കടന്നു പോകും. കർത്താവേ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? നിൽക്കുന്നു എന്ന് തോന്നുന്നു. യാതൊരു സെൽഫ് കോൺഫിഡൻസിനും ഞാൻ നിൽക്കും എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഒരാളാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പറഞ്ഞു, മരണമോ ക്രൂശോ കഷ്ടതയോ നഷ്ടമോ എന്താ വേണ്ടേ, ഐ എം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് വിഷയത്തിലും ഈ പത്രോസ് കൂടെ ഉണ്ട്, ഡോണ്ട് വറി. കർത്താവ് അതൊക്കെ കേട്ടിട്ട് പയ്യെ ചിരിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ പത്രോസ്, നിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ഏറ്റവും സങ്കടം ഇപ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് നിൻ്റെ പ്രവൃത്തികൾ. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിക്കുന്നു. ഞാൻ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷ. അപ്പോൾ പത്രോസ് പറയുന്നത്, എൻ്റെ അവസ്ഥ അത്രയും ദയനീയമാണില്ലേ. പക്ഷെ പത്രോസ് അങ്ങനെയല്ല പറയുന്നത്. പത്രോസ് എന്താ പറയുന്നത്? പത്രോസ് അതിന് കൗണ്ടർ പറയാം. 33-ാം വാക്യത്തിൽ അവനോട്, കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. എന്തൊരു പ്രസ്താവനയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ തള്ളിപ്പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ എന്താണ്
അതെ, അതിനുള്ള സാധ്യത. നിന്നെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാൻ നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ പറ്റും. അപ്പം അദ്ദേഹം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കർത്താവെ നീ എന്നെ ഉറപ്പിച്ചു കൊള്ളണം എന്ന് പറയേണ്ടതിനും അദ്ദേഹം പറയുന്നത്, കർത്താവ് എന്തായി പറയുന്നത്? പത്രോസിനെ കർത്താവിനറിയാം, ഞാൻ ആരാ? ഞാൻ നിനക്ക് വേണ്ടി തടവിലാകണോ, മരിക്കണോ, എന്താ വേണ്ടേ? എല്ലാറ്റിനും ഒരുങ്ങിയിരിക്കുന്നു. അപ്പം കർത്താവ് പറയണം, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്തൊരു ട്രാജിക് എക്സ്പീരിയൻസ് ആണ് അല്ലേ? എന്തൊരു ട്രാജിക് എക്സ്പീരിയൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പ്രസ്താവനകളെ അങ്ങനെ തന്നെ എടുത്ത്, കർത്താവേ എൻ്റെയും സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്, ഒരു വലിയ പരിശോധന വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, ഒരു പ്രഷർ വന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വീണു പോകാൻ ചാൻസ് ഉള്ളവനാണ്, വീഴാതെ വണ്ണം എന്നെ താങ്ങണം എന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഒരു ആശ്രയവും ആയിട്ട് ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാക്ടിക്കൽ ഹോളിനെസ്, പ്രായോഗിക വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം അവനിൽ ചെയ്ത കുറേ ആന്തരിക പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ജീവിക്കാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുക നമ്മുടെ വിശുദ്ധ ജീവിതത്തെ അത് വളരെ അനുഗ്രഹമാക്കി തീർക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ ആവശ്യമുള്ള പ്രസ്താവനയാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ അന്യോന്യം ഭോഷ്ക് പറയരുത്. ഈ ഭോഷ്ക് പറയുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ട് വിശ്വാസികൾ കണക്കിലാക്കിയിട്ടുണ്ടോ? ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ്, ആളുകളെ ചുമ്മാ വെറുതെ ഭോഷ്ക് പറഞ്ഞ് പറ്റിക്കരുത്, നോണ പറയരുത്, ഭോഷ്ക് പറയരുത്. എന്താ ഇതിൻ്റെ കാരണം? നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എന്താ ഇവിടെ പറയുന്നത്? ഭോഷ്ക് പറയരുത്. കാരണം എന്താണ്? ഭോഷ്ക് എന്ന് പറയുന്നത് പുതിയ മനുഷ്യനുമായിട്ട് ഒട്ടും മാച്ചിങ് അല്ല, അശേഷം മാച്ചിങ് അല്ല. അത് പഴയ മനുഷ്യൻ്റെ ലെഗസിയാണ്, പാരമ്പര്യമാണ്. ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഒരാൾ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്താ സംഭവിച്ചത്? പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുരയിടത്തിലോ അല്ലെങ്കിൽ പാടത്തോ ജോലി ചെയ്ത് ദേഹം മുഴുവൻ അഴുക്കായി, വസ്ത്രം മുഴുവൻ അഴുക്കായി നമ്മൾ വീട്ടിൽ വന്നു, ഇതങ്ങ് ഊരിയിട്ട് കുളിച്ച് വൃത്തിയായ ഒരു പുതിയ വസ്ത്രം ധരിച്ചതുപോലെ പറയുകയാണ്. എന്താ പറയുക? പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പിന്നെ എന്താ ഇവിടെ പറയുന്നത്? പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ധരിക്കാൻ പോകുന്നു എന്നല്ല, ഓൾറെഡി ധരിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം? ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇപ്പം 7-8 വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത്. അവിടെ പറയുന്നത്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. എല്ലാം വിട്ടുകളയണമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇതെല്ലാം പഴയ മനുഷ്യൻ്റെ പരിപാടികളാണ്, പഴയ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പുതിയ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:17 പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് സകലവും പുതുതായി തീർന്നിരിക്കുന്നു. പുതുതായി എന്നാ പറയുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പം അതൊരു വലിയ റിയാലിറ്റിയാണ്. നമ്മളത് അറിയാതിരിക്കാനായിട്ട് പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു സർജൻ തിയേറ്ററിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയി 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാം നന്നായി, വരുന്ന ദിവസം രാവിലത്തേക്ക് പുറത്ത് കൊണ്ടുവരും, നന്നായിട്ടൊക്കെ പോയാൽ മതി. നമുക്കറിയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത് എന്ന് പറയുന്ന പോലെ. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു കൊള്ളാം. നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഇന്ന ചർച്ചിലാണ്. അവിടെ അന്യഭാഷയുണ്ടോ? ഇല്ല. ആഭരണം ധരിക്കാം. ഞങ്ങൾക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്. അത്രയൊക്കെയാണോ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം ഉള്ളൂ. അതിനേക്കാൾ എത്രയോ ഡെപ്തായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ
ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് അശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം അസാധ്യമാകുന്ന വിധത്തിൽ ദൈവം അവൻ്റെ പഴയ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞ്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, അതിൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ആമേൻ. അതൊരു റിയാലിറ്റിയാണ്. അതൊരു വലിയ അത്ഭുതമാണ്. പുതിയ മനുഷ്യനാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് അവന് ഈ പാപത്തിൽ തുടരാനായിട്ട് വളരെ പ്രയാസമാണ് കേട്ടോ. രക്ഷിക്കപ്പെട്ട, വാസ്തവത്തിൽ കൺവേർഷൻ നടന്ന ഒരു മനുഷ്യന്, രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് പാപത്തിൽ തുടരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരുപക്ഷെ ചോദിക്കും, മനഃപൂർവ്വം ബലമായിട്ട് പാപം ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ വീണ്ടും തുടരുക അസാധ്യമായിട്ട് വരും. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ആൾക്ക് പാപത്തിൽ തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് അവനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ദാവീദ് പാപം ചെയ്തു, വീണ്ടും ചെയ്തോ? ദാവീദിൻ്റെ ആകാശവും ഭൂമിയും എല്ലാം കുലുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരൊറ്റ സിന്നോടുകൂടെ, അല്ലേ? പിന്നെ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ അനേക വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊന്നും അങ്ങനെ പാപത്തിൽ വീഴില്ലെന്നോ പാപം ചെയ്യാൻ ചാൻസ് ഇല്ലെന്നോ നിഷ്പാപപൂർണത വന്നു എന്നതൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കത് പാപത്തിൽ തുടരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വെരി ഡിഫിക്കൽട്ട്. അതിൻ്റെ കാരണം എന്താണ്? വേദപുസ്തകത്തിൽ ദൈവം പറയുന്ന പ്രസ്താവനകളും പ്രതീക്ഷകളും ഒക്കെ അങ്ങനെയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ എന്നെ വളരെ ഉത്സാഹിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. അവിടെ പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കംപ്ലീറ്റ് ആയിട്ട്, 1 ഇഞ്ച് ബാലൻസ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. നടക്കട്ടെ എന്നുള്ളതല്ല, അത് അങ്ങനെ ദൈവം ചെയ്യും. പിന്നെ എന്താ പറയുന്നത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നു നമുക്കൊരു സംശയം തോന്നിയേനെ. പക്ഷെ അത്രയല്ല, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അപ്പം വിശ്വാസികളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ദൈവം പൂർത്തിയാക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമാണ് ദൈവം വിശുദ്ധീകരിക്കാതെ ബാക്കി വച്ചേക്കുന്നത്? അസാധ്യമായ കാര്യമാണ്. ഗോഡ് വിൽ സാങ്ക്ടിഫൈ ഹിസ് പീപ്പിൾ എൻറ്റയർലി, മുഴുവനായിട്ട് വിശുദ്ധീകരിക്കും. അപ്പം അത് ഒരു വലിയ ആശ്വാസമാണ്, വലിയ അനുഗ്രഹമാണ്. അപ്പം ഈ ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, പണ്ടൊക്കെ അധികം കാറുകളൊന്നുമില്ല, കാറൊക്കെ ഇപ്പോഴല്ലേ. അപ്പോൾ അവർ ആ കാലത്ത് തന്നെ സ്വന്തമായിട്ട് വണ്ടിയും വള്ളമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം റോഡ് സൈഡിൽ ആരെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട്, ജോസെ എങ്ങോട്ടാന്ന് ചോദിക്കുന്ന സ്ഥലം, അത് കയറിക്കൊള്ളാൻ പറയും. അല്ലെങ്കിൽ ജോയി നീ അങ്ങോട്ട് പോവാ, ഞാൻ ഇന്ന സ്ഥലം, എന്നാൽ കയറിക്കൊള്ളാൻ പറയും. അങ്ങനെ കയറി എന്നാൽ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയി. ഇടയ്ക്ക് എങ്ങനെ പോയി കുറേ കിലോമീറ്റർ നിന്ന് കഴിയുമ്പം, നീ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറയും. ഇറങ്ങിയത് ശരിയാണെങ്കിൽ പുള്ളി പിന്നെ വരില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വണ്ടിക്കൂലിക്ക് കാശുണ്ടെങ്കിൽ വീട്ടിൽ വരാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ വരില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ഞാൻ നിന്നെ രക്ഷിക്കാൻ സ്വർഗത്തിൽ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് പിന്നെ കൈ കാശുണ്ടെങ്കിൽ വീട്ടിൽ വരാമെന്നുള്ളൊരവസ്ഥ ദൈവത്തിൻ്റെ കാര്യപരിപാടി അല്ല. അത് ദൈവത്തിൻ്റെ പരിപാടിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ദൈവം വിളിച്ചതാണെങ്കിൽ ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചിരിക്കും. ആ ഉറപ്പ് നമുക്ക് വേണം, ആ ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ, അവൻ വിശ്വസ്തനാണ്. ഞാൻ കുഴഞ്ഞു വീഴാന്നൊക്കെ വിചാരിച്ചാലും കർത്താവ് എന്നെ താങ്ങും, എന്നെ മുന്നോട്ട് കൊണ്ടുപോകും, എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും, എന്നെ അനുഗ്രഹിക്കും, എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തീകരിക്കും. അത് നമ്മുടെ ഒരു വലിയ ധൈര്യമാണ്. എന്ന് വെച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകില്ല. പിന്നെ പ്രയാസങ്ങളുണ്ടാവുമോ? പ്രയാസങ്ങളല്ലേ ഒത്തിരി ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ റോമിലേക്കുള്ള യാത്ര പരിശോധിച്ച് നോക്കിയാൽ എന്നെ പോക്കല്ലേ. പോയി അവസാനം ആ കപ്പൽ ഇടിച്ച് തകർന്ന് അവസാനം ഒരു കഷ്ണം
എന്താണ് പലക പിടുത്തം കിട്ടി അതിൻ്റെ മീതെ കമന്ന് കിടന്ന് നീന്തി ഒരു പ്രകാരത്തിൽ കയറിപ്പോയി. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് പോയതാണ്, കർത്താവിൻ്റെ വേല ചെയ്യാൻ പോയ ആളാണ്. കർത്താവിൻ്റെ ദാസന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന ഏറ്റവും മികവുറ്റ മനുഷ്യനാണ്, ഭക്തനായിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് പറയില്ല. പക്ഷേ ഏതാണ്, മെഡിറ്ററേനിയൻ ആണോ കരിങ്കടലാണോ ഏത് കടലാണെന്ന് എനിക്കറിയില്ല, ആ കടലിന് ഈ മനുഷ്യനെ വിഴുങ്ങിക്കളയുക എന്ന് പറയുന്ന അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ദാസനെ എത്തിക്കേണ്ടതായിരിക്കുന്ന ഒരു തുറമുഖമുണ്ട്, അവിടെ എത്തിക്കാതെ കർത്താവ് അവനെ വിട്ടുകളയുന്ന പ്രശ്നമില്ല. പ്രിയമുള്ളവർ, ഇതാണ് വിശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വിശ്വസിക്കും, ഞാൻ വായിക്കും, ഞാൻ നിലനിൽക്കും എന്നൊക്കെ പറയുന്നത് നമ്മിൽ തന്നെ ബലം കണ്ടെത്തുന്ന പ്രസ്താവന. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളില്ലെന്നല്ല, നമുക്ക് മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തതയോളം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ബലപ്പെടുമോ? ദൈവം ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ വിശുദ്ധ ജീവിതം ദൈവം പൂർത്തിയാക്കും. കർത്താവേ, നീ എന്നെ സഹായിക്കണം, നീ എന്നെ സഹായിക്കാതെ എനിക്ക് പറ്റില്ല എന്ന ഒരു വലിയ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരികമായിരിക്കുന്ന ആ ഒരു നടത്തിപ്പും അവൻ്റെ നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം, എല്ലായ്പ്പോഴും വേണം. ഒരിക്കൽ ഒരു ചർച്ച ഒത്തിരി കാലമായി ആരംഭിച്ച ഒരു ചർച്ചയാണ്. അത് കുറേ കഴിഞ്ഞപ്പം അങ്ങ് പയ്യെ ഡെഡായി. അവിടുത്തെ ആളുകളൊക്കെ പയ്യെ അങ്ങോട്ട് ഇതായി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അദ്ദേഹം വന്ന് ഒരു 3-4 വർഷം കൊണ്ട് ആ ചർച്ചിലെ കണ്ണായ സ്ഥാനത്ത് പുള്ളി എത്തി. അപ്പോൾ അത് ചർച്ചിലൊരു വലിയ വിഷയമായി, വലിയ ബുദ്ധിമുട്ടായി. അവൻ ഇന്നലെ വന്നതാണ്, നമ്മൾ 19 വർഷമായിട്ട് ഇവിടെ ഇരിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതൊരു വിഷയമായി. അപ്പം വിഷയമായ സമയത്ത് അവിടെ ചില സഹോദരന്മാർ കുറച്ച് സെൻസ് ഉള്ളവരാണ്. അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, ഇവനോട് ഒന്ന് ചോദിച്ചു നോക്കാം, ഇവൻ എന്ത് പരിപാടിയാണ് ചെയ്തതെന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ അവനെ വിളിച്ചേച്ച് ചോദിച്ചു, ഈ ചർച്ച ഇങ്ങനെ തുടങ്ങിയിട്ട് 10-60 വർഷമായി, നീ ആണെങ്കിൽ ഈ 5-6 വർഷമായുള്ളൂ വന്നിട്ട്. ഇവിടെ ഒത്തിരി ആളുകൾ തലനരച്ചവരും പരിജ്ഞാനമുള്ളവരും ഒക്കെ ഇരിപ്പുണ്ട്, പക്ഷെ നീ ഇപ്പം കുറച്ച് ഫ്രണ്ടിൽ പോയതുപോലെ ഞങ്ങൾക്ക് തോന്നുവാണ്, എന്താ എൻ്റെ കാര്യം? പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ വന്ന കാലം തൊട്ട് നിങ്ങളിങ്ങനെ ബൈബിളും വാക്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാനിതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പഠിക്കും, കുറച്ചൊക്കെ ബൈ ഹാർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഓരോരോ ഇഷ്യൂസ് ജീവിതത്തിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ചില വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവരും. അപ്പോൾ അത് ചിലത് ചെയ്യരുതെന്നാണ്, അത് ഞാൻ ചെയ്യില്ല, ചിലത് ചെയ്യണമെന്നാണ്, ഞാൻ അങ്ങനെ ചെയ്യും. അങ്ങനെ നടന്ന് സംഭവിച്ചതാണ്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും വ്യക്തമായിരിക്കുന്ന നിയന്ത്രണത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാകുന്നില്ലെന്ന് സഹോദരന്മാർ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നാം കർത്താവിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഇപ്പം എന്താ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞത്? പല കാരണങ്ങൾ നമുക്ക് പറയാം. അതിലൊരു കാരണം ഒരു വ്യക്തി പറഞ്ഞ് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ ദാവീദിനെ ദൈവത്തിന് നിയന്ത്രിക്കാൻ ഒരു പാടുമില്ല, വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാം, ഒറ്റ പ്രശ്നവുമില്ല. ദാവീദ് ഇന്ന വഴിക്ക് പോരെന്ന് പറഞ്ഞാൽ ദാവീദ് ആ വഴിക്ക് പോവില്ല. അദ്ദേഹത്തിന് വീഴ്ചകൾ വന്നിട്ടില്ലെന്നത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ദാവീദ് ടൺ കണക്കിന് സ്വർണവും ടൺ കണക്കിന് വെള്ളിയും ഇരുമ്പും മറ്റെല്ലാ സാധനങ്ങളും വിലപ്പെട്ട മരങ്ങളും എല്ലാം സമാഹരിച്ച് യഹോവയ്ക്ക് ആലയം പണിയാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ് ദൈവത്തിനൊരാലയം പണിയണം. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ദാവീദ് നീ അത് പണിയില്ലെന്ന് പറഞ്ഞു. നമ്മളാണ് എന്നെ ചെയ്യും, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ തീ കൊടുക്കും അതിന്. ദാവീദിനോട് പറഞ്ഞു, നീ പണിയില്ല, നിൻ്റെ മോനെ അത് പണിയുള്ളൂ, ആ ആശ നീ വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. ദാവീദിന് ഒരു മനസ്താപം ഉണ്ടായില്ല, ഒരു പ്രശ്നവും ദാവീദിനുണ്ടായില്ല. അതൊരു ഭയങ്കര മൈൻഡാണ്. അനേക വിശ്വാസികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അവരുടെ വില്ലും അവരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ വെച്ച്
അവരെ ഇടിച്ചൊതുക്കി ബലപ്പെടുത്തി പരുവപ്പെടുത്തി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദാവീദിനെ നിയന്ത്രിക്കാനായിട്ട് കർത്താവിന് ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ദാവീദിനോട് പ്രവാചകൻ ചെന്നിട്ട്, ദാവീദ് നീ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടിക്കരയും. സാധാരണ രാജാവാണെങ്കിൽ എന്തു ചെയ്യും? കഴുത്ത് വെട്ടിക്കളയും. പക്ഷെ ദാവീദിന് ആ കുഴപ്പം ഇല്ല. ഓപ്പൺ ടു ഗോഡ്സ് വേർഡ്, ദൈവവചനത്തിന് തുറന്ന ഒരു ഹൃദയം തനിക്ക് ഉണ്ട്. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഥേഷ്ടം നിയന്ത്രിക്കത്തക്കവണ്ണം ഇടയായി തീരട്ടെ. എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ശമരിയയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയത് ഫിലിപ്പോസാണ്. ആ പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ഒരു പട്ടണം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സക്സസ്ഫുൾ മിനിസ്ട്രി. എത്ര ആയിരങ്ങൾ, അല്ലെങ്കിൽ വേണ്ട നൂറുകണക്കിനായിരിക്കുന്ന കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ശമരിയ പട്ടണം എന്ന് പറയുന്ന സന്തോഷം കൊണ്ട് നിറഞ്ഞു. രോഗികൾ സൗഖ്യമായി, ദുർഭൂതങ്ങൾ വിട്ടുപോയി. ആ പട്ടണം വിശുദ്ധീകരിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച പോലെ ഫിലിപ്പോസിനെ ആളുകൾ വിശ്വസിച്ച സ്നാനമേറ്റു. അങ്ങനെ ഇരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് ആ വീതിയിലേക്ക് മാറിപ്പോകാൻ പറഞ്ഞു. ഈ സ്ഥലം വിട്ടേച്ച് പോകാൻ പറഞ്ഞു. എന്തൊരു നിയന്ത്രണമാണല്ലേ. അദ്ദേഹം അവിടം വിട്ടേച്ച് പോയി. അവിടം വിട്ടേച്ച് വേറൊരു സ്ഥലത്ത് ചെന്നു. ആ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകൻ വരുന്ന സമയത്ത് ആ മനുഷ്യനോട് സുവിശേഷം പറയുവാൻ ഇവിടെ നിന്ന് വിളിച്ചിറക്കി അവിടെ കൊണ്ടുപോയി. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ താല്പര്യപൂർവ്വം യാത്ര ചെയ്ത് ആസിയിൽ വചനം പ്രസംഗിക്കാൻ തീരുമാനിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, നോ, പറ്റില്ലെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ കുടുംബങ്ങളെയും സഭകളെയൊക്കെ ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. അങ്ങനെ നിയന്ത്രിക്കുന്ന സമയങ്ങളിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഒത്തിരി അനുഗ്രഹങ്ങളും സന്തോഷവും പുരോഗതിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ഇടയായിത്തീരും. ദൈവം അതിന് സാധ്യമാക്കി തീർക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ വേഗത്തിൽ പറയാം. ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക മേഖല നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ വെളിപ്പെട്ടു വരണം. നമ്മുടെ ഭവനത്തിൽ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ വെളിപ്പെട്ടു വരണം. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ക്വൈറ്റ് ടൈമും പ്രാർത്ഥനയും ഒക്കെ നടക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമുക്കറിയാം, നമ്മുടെ സഹോദരന്മാർക്ക് അറിയില്ലാത്ത കാര്യങ്ങളല്ല. സാധാരണ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ പലരും ചിന്തിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധയെ കൊണ്ട്. 1 തിമോത്തി 5-ാം അധ്യായത്തിൽ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് പൗലോസ് പറയുമ്പം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു പ്രസ്താവനയാണ്. 1 തിമോത്തി 5-ാം അധ്യായം 4-ാം വാക്യം, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ആമേൻ. എന്തോ ഒരു പ്രസ്താവനയല്ലേ. മക്കളോട് പറയുന്നത്, മക്കള് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കണം. ആർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കണം? മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യാനായിട്ട് പഠിക്കണം. അങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. നമ്മൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നതും വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതും ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം നല്ല കാര്യങ്ങൾ. അതൊക്കെ ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു കാര്യം, കുടുംബത്തിൽ മാതാപിതാക്കളുടെ മുഖം മ്ലാനമായിട്ടാണോ ഇരിക്കുന്നത്, കുഞ്ഞുങ്ങളെക്കുറിച്ച് സന്തോഷമായിട്ടാണോ പേരൻസിൻ്റെ മുഖം ഇരിക്കുന്നത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമാണ്. ഇപ്പം ഇവിടെ പറയുന്നത് മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്ര വലിയൊരു ശുശ്രൂഷയാണ് മക്കളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. എത്രയോ മക്കൾ മാതാപിതാക്കളോട് റെസ്പെക്റ്റ് ഇല്ല. അവരൊന്ന് കയറി വന്നാൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്ക് പോലും ഇല്ല. പപ്പ എന്നാ വിശേഷം, അമ്മ എന്നാ വിശേഷം എന്ന് ചോദിക്കില്ല, മിണ്ടില്ല, വിളിക്കില്ല, ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കില്ല. എന്തെല്ലാം സങ്കടങ്ങളുള്ള എത്രയോ മാതാപിതാക്കൾ ഉണ്ട്. ഒരിക്കലും ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചൻ
അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുമ്മാ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ഈ കരികിലകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ കോലുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞ് നടക്കുക. അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച്, വീട്ടിൽ അപ്പച്ചൻ ഇങ്ങനെ എപ്പോഴും നടക്കുക, എന്നാന്ന് ഒരു പിടുത്തം കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നല്ല വിവേകമുള്ള ഒരാളാണ്. പുള്ളി പറഞ്ഞു, ഈ അപ്പച്ചന് വല്ലപ്പോഴും ഒരു 10-250 രൂപ കൊടുത്തു നോക്കി, അപ്പം ചിലപ്പോൾ ഇതങ്ങ് നിർണ്ണയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നോക്കാം എന്ന് പറഞ്ഞ് കൊടുത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പോക്കും ഈ പരിപാടി നിർത്തി. കാരണമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ചിലപ്പോൾ വലിയൊരു ചായ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, ഇദ്ദേഹം റിട്ടയറായി, കയ്യിൽ കാശൊന്നുമില്ല, വരുമാനമൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടിലിരിക്കുക. അപ്പോൾ പുള്ളി കരികിലകളുടെ ഇടയിൽ നോക്കിയത് എല്ലാവരും ഇട്ടേച്ചു പോയി വല്ല 5, 10, 20 ഒക്കെ കിടപ്പുണ്ടോ എന്നാണ് നോക്കി നടക്കുന്നത്. എന്തൊരു സങ്കടകരമായ കാര്യമാണ്, എത്ര ദയനീയമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, ഈ ഭക്തി എന്ന് പറയുന്നത് നാം ഒരുമിച്ച് കൂടുന്നിടത്ത് ആമേൻ ഹല്ലേലൂയ പറയുന്നതൊക്കെ വളരെ എളുപ്പമാണ്. അവിടെയല്ല. എൻ്റെ പേരൻസിനെ ഓർത്ത്, കർത്താവെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അവരുടെ മക്കളായിട്ട് ജനിക്കാൻ ദൈവം എന്നെ ഇടയാക്കി, അവരുടെ സ്നേഹം, അവരുടെ വാത്സല്യം, അവരുടെ കരുതൽ, എനിക്ക് വേണ്ടി ചെയ്ത ചെലവുകൾ, ഐ ആം പ്രൗഡ് ഓഫ് മൈ പേരൻസ്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവർക്ക് ഉപകാരം ചെയ്യുവാൻ, പ്രയോജനകരമായി അവർക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം എന്നെ പഠിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിൽ വരണം. പണ്ടാരോ പറഞ്ഞ പോലെ, ഇവളെ തല്ലിക്കൊന്നേച്ച് ഞാൻ നോർത്ത് ഇന്ത്യക്ക് സുവിശേഷ വേലയ്ക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ ഉള്ള തീരുമാനങ്ങളൊന്നും ഭക്തിയുടെ തീരുമാനങ്ങളൊന്നുമല്ല. ഭക്തിയുടെ തീരുമാനങ്ങളൊന്നും അല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭവനത്തിൽ ഡെവലപ്പ് ചെയ്ത് വരട്ടെ. 8-ാം വാക്യത്തിലേക്ക് പറയുന്നത്, തനിക്കുള്ളവർക്കും തൻ്റെ പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ, ഫാമിലിക്ക് വേണ്ടി കരുതുക എന്ന് പറയുന്ന വിശുദ്ധിയുടെ പ്രമാണമാണ്. ഫാമിലിക്ക് വേണ്ടി കരുതുക, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതൊന്നും അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുടുംബത്തെ കരുതുക, കുടുംബത്തിലുള്ളവരെ കരുതുക, കുഞ്ഞുങ്ങളെ കരുതുക, ജീവിത പങ്കാളിയെ കരുതുക, പേരൻസിനെ കരുതുക, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവപ്രസാദം വരുത്തുന്ന ദൈവഭക്തിയുടെ നിർണായകമായിരിക്കുന്ന ചുവടുവയ്പ്പുകളാണ്. ഇപ്പം എന്തോരം വീടുകളിലെ സ്വത്ത് തർക്കങ്ങൾ വന്നേച്ച് അപ്പനെ കൊന്നുകളയുന്ന മക്കളെ കൊന്നുകളയുന്ന അപ്പൻ എന്ന് വേണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിലൊന്നും വായിക്കാറില്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ മാതാപിതാക്കളോട് ബാർഗെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയൊന്നും ദൈവമക്കൾക്ക് കൊള്ളാകുന്ന രീതികൾ ഒന്നുമല്ല. അതൊന്നും നല്ലതല്ല. നമുക്ക് ഇത്രയും വലിയ ഒരു അനുഭവത്തിലേക്ക് ദൈവം അവർ മുഖാന്തരം നമ്മളെ നടത്തി. നമുക്ക് ദൈവത്തെ തീർച്ചയായിട്ടും സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പിള്ളേരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ പറയുന്നത്? ഈ പിള്ളേരെ ഇട്ട് വല്ലാതെ കോപിപ്പിച്ച് ചാടിച്ച് പ്രയാസങ്ങൾ വരുത്തരുതെന്നാണ് വേദപുസ്തകം പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. ചില പിള്ളേർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിവില്ല, കോൺഫിഡൻസ് ഇല്ല. അതെന്താന്ന് ചോദിച്ചാൽ അതില്ലാതെ ആക്കിക്കളയുകയാണ്. ജന്മനാ തന്നെ ചില റിട്ടാർഡേഷൻ പ്രശ്നമൊക്കെ ഉള്ള അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഇവനെ കൊണ്ട് കൊള്ളില്ല, ഇവളെ കൊണ്ട് കൊള്ളില്ല, ഗുണമില്ല. 50-ൽ 45 മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പം ചോദിക്കുന്ന ചോദ്യം, 5 മാർക്ക് എവിടെ പോയി? 5 മാർക്ക് എവിടെ പോയി? അതായി കോപിപ്പിക്കുക എന്ന് പറയുന്നത്. കോപിപ്പിക്കുക. അങ്ങനെ എന്തെല്ലാം നിലയിൽ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് നീ വരുന്നില്ല, പിന്നെ ആരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരണം? അങ്ങനെ 100,000 ചോദ്യങ്ങൾ വെച്ച് പിള്ളേരുടെ ഹൃദയങ്ങളെ ഉടച്ച് തകർത്ത് അവരുടെ ആത്മശക്തിയെ ചോർത്തിക്കളയുന്ന പ്രക്രിയകൾ. അങ്ങനെയാണോ നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അതല്ല. കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. പേരൻ്റൽ റെസ്പെക്റ്റ്, മാതാപിതാക്കളോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് എന്താണ്? ദീർഘായുസ് കിട്ടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. എന്തൊരു കാര്യമാണ് ദീർഘായുസ് കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നത്? നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി, പിന്നെ ആ പൗഡർ, ഈ പൗഡർ, ആ മരുന്ന്, ഈ മരുന്ന്, അത് ഇത്, എന്തെല്ലാം പരിപാടികളാണ്. ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയും, ദീർഘായുസോടെ ഇരിപ്പാനും നന്മ പ്രാപിക്കാനും ഹോർലിക്സും ബൂസ്റ്റും ബോൺവിറ്റയും കഴിക്കരുതെന്നല്ല, മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്ത്
ജീവിക്കുക. നീ ഗുണപ്പെടും, അനുഗ്രഹം വരും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പ്രസിദ്ധമായിരിക്കുന്ന, വളരെ ശക്തമായിരിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ നാം പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്തും അവരെ ടീച്ചബിളായിരിക്കുന്ന സമയത്തും ഒക്കെ നാം അവരോട് പറയണം, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളങ്ങനെ ജീവിച്ചാൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, അതിന് സംശയമൊന്നുമില്ല. ഒരിക്കൽ ഈ വലിയൊരു ദൈവദാസൻ, അദ്ദേഹം ഒരിക്കൽ ഒരു പ്രദേശത്ത് യാത്ര ചെയ്ത്, കുറേ വീടുകളുണ്ട്, ക്രിസ്ത്യൻ ഹോംസാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടുകാരും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ പറയുന്നത്, അവിടെ എണ്ണ പര്യവേഷണ കമ്പനി വന്നു, നോക്കിയപ്പോൾ എല്ലാ പുരയിടങ്ങളിലും എണ്ണ നിക്ഷേപമുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ വൻ തുകയ്ക്ക് അവർ മേടിച്ച് അവരൊക്കെ ടൗണുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, നല്ല സെറ്റപ്പായിട്ട് ജീവിക്കാനുള്ള തീരുമാനം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ആകെ സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുകയാണ്, വളരെ പ്രയാസപ്പെട്ടിരിക്കുക. അപ്പം ചോദിച്ചു, നിങ്ങൾ എന്നെ പറ്റിയ എൻ്റെ പാസ്റ്ററെ, ഞങ്ങളുടെ പുരയിടത്തിൽ എണ്ണയില്ല, എണ്ണ നിക്ഷേപവും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ ആകെപ്പാടെ പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞേച്ചാൽ അദ്ദേഹം അങ്ങ് പോയി. വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ പ്രദേശത്ത് ഇങ്ങനെ വരാനിടയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പഴയ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം അവരെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വളരെ സന്തോഷമായി, വളരെ ചൈതന്യത്തോടു കൂടി നിൽക്കുന്നു. പാസ്റ്ററെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവരുടെ പുരയിടത്തിൽ പിന്നീട് എണ്ണ കിട്ടി കാണും. ചോദിച്ചു, എണ്ണ കിട്ടിയാലും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സന്തോഷത്തിലേക്ക് വന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എണ്ണ കിട്ടാതിരുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷമായി തീർന്നത്. അന്ന് ഞങ്ങൾക്കതൊരു വിഷമമായി പോയി. എങ്കിലും എണ്ണ കിട്ടി വലിയ സെറ്റപ്പിലേക്ക് പോയ ആളുകളുടെ മക്കളും മറ്റാളുകളും ഒക്കെ പിന്നീട് വിശ്വാസം ത്യജിച്ചു, പല വഴിക്കായി. ഞങ്ങളുടെ പിള്ളേരും ഒക്കെ എപ്പോഴും ആ പാതയിൽ തന്നെ നിൽക്കുന്നു. ദൈവം ഞങ്ങളെ പുലർത്തുന്നു. ആമേൻ. അപ്പോൾ യഥാർത്ഥ ഭക്തി, യഥാർത്ഥ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കണ്ടെത്തണം. ഹല്ലേലൂയ പറയാനൊക്കെ നമുക്ക് എളുപ്പമുണ്ട്, ആമേൻ പറയാനും എളുപ്പമുണ്ട്, അതൊക്കെ എളുപ്പമാണ്, അതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളല്ല. പക്ഷേ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നിടത്താണ് നമ്മുടെ നന്മയും പുരോഗതിയും അനുഗ്രഹവും ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് തന്നെ എന്തോരം വാക്യങ്ങളുണ്ടല്ലേ, ഒത്തിരി കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കും. എങ്കിലും ഞാനത് വിട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ വിശുദ്ധി നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വെളിപ്പെടണം. വർക്ക് പ്ലേസ്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ വിശുദ്ധി വെളിപ്പെടണം. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് വിശുദ്ധി വെളിപ്പെടേണ്ടത്? ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നാം മാന്യമായി ജോലി ചെയ്യണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22-25 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ യൂണിയനിസമൊക്കെ നിന്നുപോകും. ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിയൻ പ്രവർത്തനങ്ങളും നിൽക്കും. കാരണം എന്താണ്? ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. പിന്നെ എന്താ പറയുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാൽ അല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. അപ്പം യജമാനൻ വരുന്ന സമയത്ത്, എംപ്ലോയർ വരുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് വാക്കത്തി മുകളിലേക്ക് പൊക്കി, അപ്പം അദ്ദേഹം തിരിച്ചു പോവുക, അതുപോലെ അവിടെ വെച്ചു. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇവിടെ പറയുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്. ആരെ ഭയപ്പെടണം? ജോലി സ്ഥലത്തെ ആര് വീക്ഷിക്കുന്നുണ്ട്? ഒരു വിശ്വാസിയുടെ വർക്ക് പ്ലേസിൽ ഒരു CCTV ക്യാമറയുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗം എവിടെയാണ് വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ. ദൈവം അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ എല്ലാ പരിപാടികളും, എല്ലാ ഊടായിപ്പ് സ്വഭാവങ്ങളും ദൈവം അവിടെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എത്ര അവർ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവിടുന്ന് അമക്കിക്കൊണ്ട് പോകുന്നുണ്ട്, എത്ര ആത്മാർത്ഥതയുണ്ട്, എത്ര സത്യസന്ധതയുണ്ട്. ഇവനെ ജോലിക്ക് വെച്ചതുകൊണ്ട് ഈ മനുഷ്യനും ഈ പ്രസ്ഥാനത്തിനും നഷ്ടമല്ലാതെ യാതൊരു ഗുണവും വരുന്നില്ലെന്നുള്ള കാര്യം കർത്താവിനറിയാം. എന്നാൽ ലാബാൻ ഒരു മനുഷ്യനെ എംപ്ലോയി ആയിട്ട് നിയമിച്ചു, അല്ലേ? യാക്കോബ്. പോത്തിഫർ ഒരു മനുഷ്യനെ എംപ്ലോയി ആയിട്ട് വെച്ചു, യോസഫ്. രണ്ടുപേരെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യോസഫ് നിമിത്തം ദൈവം
അനുഗ്രഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് നിർത്തിയാൽ, നിങ്ങളെ ഒരു സ്ഥലത്ത് ജോലിക്ക് നിർത്തിയാൽ, ഞാൻ മുഖാന്തരം എൻ്റെ എംപ്ലോയർക്ക് ഗുണം വരുമോ ഇല്ലയോ? ദൈവം അവനെ അനുഗ്രഹിക്കുമോ ഇല്ലയോ? എന്തെങ്കിലും അനുഗ്രഹം ഞാൻ മുഖാന്തരം എൻ്റെ മാനേജർക്കോ എംപ്ലോയർക്കോ സഹപ്രവർത്തകർക്കോ ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ടോ? നീ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രസ്ഥാനം വെച്ചടിച്ച് പുരോഗതിയാണ്, അനുഗ്രഹമാണ്. നീ തൊട്ടതെല്ലാം നന്നായി വരുന്നുണ്ട്. നിന്റെ കൈ തൊട്ട കൃഷി, നിന്റെ കൈ തൊട്ട വ്യവസായം, കച്ചവടം, അവിടെയൊക്കെ പുരോഗതിയുണ്ട്. നീ നിമിത്തം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതൊരു ഭയങ്കര സാക്ഷ്യം കേട്ടോ, ഭയങ്കര സാക്ഷ്യമാണ്. തീത്തോസിൻ്റെ ലേഖനത്തിലും അതേ പ്രസ്താവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന്. ഉപദേശത്തെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉപദേശത്തെ നമ്മൾ ഈ വീട്ടിൽ ചില വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒരു ലൈറ്റ് ഇടില്ലേ? ഇപ്പം എൻ്റെ മനസ്സിലേക്ക് അതാ വരുന്നത്. ഉപദേശത്തെ അലങ്കരിക്കുക, ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ദ മെസ്സേജ് ഓഫ് ഗോസ്പൽ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അലങ്കരിക്കണം. എങ്ങനെ അലങ്കരിക്കണമെന്നാണ് പറയുന്നത്? നമ്മുടെ ജോലി സ്ഥലത്ത് നാം വിശ്വസിക്കുന്ന ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കണം, അലങ്കൃതമാക്കണം, ആകർഷണീയമാക്കണം. എങ്ങനെയാണത് സാധ്യമാകുന്നത്? അത് സാധ്യമാകുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുകയും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിൽ നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കുക. തീത്തോസ്, നീ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറയുന്നത്? അവരോട് കൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതിന് ഓപ്ഷനൊന്നുമില്ല, അവരത് ചെയ്തേ പറ്റൂ. അപ്പോൾ വിശുദ്ധി നമ്മുടെ ചർച്ചിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. നമ്മുടെ ആരാധനയുടെ സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം വെളിപ്പെടേണ്ടതല്ല വിശുദ്ധി. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, അതുപോലെ നമ്മുടെ ജോലി സ്ഥലം, അവിടെയൊക്കെ നമ്മുടെ വ്യതിരിക്തതയും വേർപാടും ഒക്കെ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയും ജീവിതവും കൊണ്ട് ക്രിസ്തീയ ഉപദേശത്തിന് ഒരു അലങ്കാരം വരട്ടെ, ആളുകളെ സ്വീകരിക്കത്തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ വരാനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം തന്നു. അതിൽ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും.